ശ്രീധേ, ഈ ബാലറ്റ് പേപ്പർ വരണം എന്ന് ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടുണ്ട്. ഇവർ ഒരുപാട് നാളായിട്ട് ഈ ബാലറ്റ് പേപ്പർ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാലറ്റ് പേപ്പർ വരുമ്പോൾ അതും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാനാണോ എന്ന് എനിക്കറിയത്തില്ല. EVM മെഷീൻ ശരിയല്ല, EVM മെഷീനിൽ തിരിമറി നടക്കുന്നു, അതുകൊണ്ട് ബാലറ്റ് പേപ്പർ വരണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഹർജി കൊണ്ടുകൊടുത്തു. സുപ്രീം കോടതി കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് ഇവരെ. ബാലറ്റ് പേപ്പറിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഇവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ജയിക്കുമ്പോൾ EVM കുഴപ്പമില്ല, നിങ്ങൾ തോൽക്കുമ്പോൾ നിങ്ങൾക്ക് ബാലറ്റ് പേപ്പർ വേണം. അതെന്താണ് ഇങ്ങനെയെന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? എന്തായാലും ഇന്ത്യയിൽ ആദ്യമായി EVM മെഷീനുകൾ കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ അന്ന് തുടർച്ചയായി തന്നെ BJP പരാജയപ്പെട്ടിരുന്നു. BJP അയോധ്യയ്ക്ക് ശേഷം ആ 90 കാലഘട്ടത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. പക്ഷേ പിന്നീട് 2000-ലേക്ക് വരുമ്പോൾ BJP പല സംസ്ഥാനങ്ങളിലും തകർന്നടിയുന്ന സാഹചര്യമുണ്ടായി. ആ സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കും. ആ സമയമായിരുന്നു EVM കൊണ്ടുവന്നത്. അപ്പോൾ BJPയും ഇത്തരത്തിൽ ആശങ്കപ്പെട്ടിരുന്നു, ഇനി EVM കൊണ്ടാണോ തങ്ങൾ പരാജയപ്പെടുന്നത് എന്ന് BJP ആ കാലഘട്ടത്തിൽ ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് കോൺഗ്രസ് നിരന്തരം അധികാരത്തിൽ വന്ന അഴിമതിയും പിന്നെ കൃത്യമായൊരു നേതൃത്വമില്ല, രാഹുൽ ഗാന്ധിയെ ഏൽപ്പിക്കുന്നു, സോണിയാഗാന്ധി പിന്നീട് പിന്നോട്ട് പോകുന്നു. അങ്ങനെ തുടർച്ചയായ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ ആരോപണവുമായി കോൺഗ്രസ് വന്നിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ദയനീയമായി തന്നെ പരാജയപ്പെടുന്നു. പ്രത്യേകിച്ച് ഇവർ EVM-നെ അല്ല കുറ്റപ്പെടുത്തേണ്ട, അവരുടെ സംഘടനാ സംവിധാനമാണ് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ളത്. കാരണം നിരന്തരം മുൻകാലങ്ങളിലെല്ലാം ഓരോ സ്ഥലങ്ങളിലും പ്രാദേശിക നേതാക്കളുണ്ട്. നമ്മുടെ ഈ കേരളത്തിലാണെങ്കിൽ കരുണാകരൻ എന്ന വലിയ നേതാവുണ്ട്, തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ കാമരാജുണ്ട്. കാമരാജിൻ്റെ എല്ലാം ആ സമയത്തായിരുന്നു തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ കോൺഗ്രസ് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ കാമരാജിൻ്റെ കാലം കഴിയുന്നതോടുകൂടി തന്നെ തമിഴ്നാട്ടിൽ ഇപ്പോൾ കോൺഗ്രസ് ഇല്ലാതായിട്ടുണ്ട്. ഇനി ഒരിക്കലും ആ തമിഴ്നാട്ടിലേക്ക് കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയില്ല. ഒറ്റകക്ഷിയായി ഭരണത്തിലൊരു മുഖ്യമന്ത്രിയായി തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അത്തരത്തിലാണ് നാം ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാലും പ്രാദേശിക നേതാക്കളുടെ ശക്തിയിലായിരുന്നു കോൺഗ്രസ് മുന്നേറ്റമുണ്ടാക്കിയത്. എന്നാൽ ഈ രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ എല്ലാം വരവോടുകൂടി തന്നെ അവർ കൂടുതൽ അധികാരം നേടാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രാദേശിക നേതാക്കൾ ഒന്നെങ്കിൽ ഈ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയോ അല്ലെങ്കിൽ തങ്ങളുടെ ശക്തി കുറയുകയോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ചു പോകുകയോ അങ്ങനെ എന്തെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസ് പൂർണ്ണമായി തകരുന്ന സാഹചര്യമുണ്ടായി. അതിന് ഇപ്പോൾ എന്തായാലും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ EVM-നെ കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ വലിയ തലവേദനയായി മാറുന്നുണ്ട്. കാരണം ദേശീയ പാർട്ടിയാണ്, ഇങ്ങനത്തെ ഒരു ദേശീയ പാർട്ടിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇങ്ങനെ നിരന്തരം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എന്തായാലും മറ്റൊരു ഡോക്ടർ KA പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പഴയ രീതിയിൽ തന്നെ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു വരണമെന്നാവശ്യപ്പെട്ടാണ് ഈ തങ്ങളുടെ ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതി പറയുന്നത് ഇതെന്തുകൊണ്ട് നിങ്ങൾ വിജയിക്കുമ്പോൾ ആരും പരാതി പറയുന്നില്ലല്ലോ, ഈ പരാജയപ്പെടുമ്പോഴാണ് ഈ പരാതിയുമായി വരുന്നതെന്ന് ചൂണ്ടിക്കാട്ടി. അതെ, പക്ഷെ മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ പ്രശ്നമില്ല, ഹിമാചൽ പ്രദേശിൽ പ്രശ്നമില്ല, ജമ്മു കാശ്മീരിൽ പ്രശ്നമില്ല, തൃശ്ശൂർ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഇപ്പോൾ തമിഴ്നാട്ടിൽ പ്രശ്നമില്ല. BJP എവിടെയെല്ലാം വിജയിക്കുമോ അതിൽ ചില മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ പങ്കാളികളാകുന്നു. അവരുൾപ്പെടെയാണ്. ഇനി ഇടയ്ക്ക് ഹരിയാനയിൽ വിജയിച്ചപ്പോൾ രാത്രി ഇനി മിഷനിൽ മാറ്റിയെന്ന് സംശയം പ്രകടിപ്പിക്കുന്നത് ആരാണ്? ഈ മാധ്യമ പ്രവർത്തകരാണ്. അവരിപ്പോൾ നമുക്ക് ഈ അടിത്തട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയായിരിക്കും അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്, ആർക്കാണ് സാധ്യത എന്ന രീതിയിൽ അറിയാൻ പറ്റും. ഇപ്പോൾ തുടർച്ചയായി തന്നെ കേരളത്തിൽ UDF പാലക്കാട് വിജയിക്കുമെന്ന് എല്ലാവരും തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു. ചേലക്കരയിൽ CPM-നാണ് സ്വാധീനം, അതോടൊപ്പം തന്നെ വയനാട്ടിൽ UDF-നാണ് സ്വാധീനമെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, ആ ട്രെൻഡ് നമുക്ക് തുടക്കം മനസ്സിലാക്കാൻ പറ്റും. ഈ കടുത്ത മത്സരമായിരിക്കുമ്പോഴായിരിക്കും അറിയാൻ കഴിയാത്തത്. ഇപ്പോൾ എന്തായാലും ഇനി ഡൽഹിയിൽ മാത്രമാണ് നല്ലൊരു മത്സരം വരുന്നത്, മറിച്ച് ബീഹാറിലും എന്തായാലും NDA തന്നെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ്. അത്തരത്തിൽ നമുക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ. ഇപ്പോൾ മഹാരാഷ്ട്രയിലായാലും നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തായാലും RSS വലിയ രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എല്ലാ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് വിജയിക്കുമ്പോഴാണ് ഇത്തരം സംശയങ്ങളുമായി രംഗത്ത് വരുന്നത്. എന്തായാലും കോടതി ഇത്തരം അനാവശ്യമായ ഈ വിവാദങ്ങളെ തള്ളിയിരിക്കുകയാണ്. അങ്ങനെ ജയിക്കുമ്പോൾ മാത്രം EVM-നെ കുറ്റം പറയേണ്ടെന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
മറ്റൊരു ഇത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സുപ്രീം കോടതി ജസ്റ്റിസായ വിക്രം നാഥ് ആണ് ഈ കേസ് പരിഗണിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു പരാമർശമുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ പൊതു ഹർജി നൽകിയ പോൾ വാദിക്കുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡും അതോടൊപ്പം തന്നെ മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന ജഗൻ മോഹൻ റെഡ്ഡിയും തുടങ്ങിയവരും ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിരുന്നു എന്ന് പറയുന്നു. അതിനെയും കോടതി ഒരു പരിഹാസ രൂപേണയാണ് കാണുന്നത്. ഇപ്പോൾ എന്തായാലും ചന്ദ്രബാബു നായിഡുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ അദ്ദേഹം EVM ശരിയാണെന്നേ പറയൂ. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. ഇപ്പോൾ പരാതി ജഗനായിരിക്കും. ഇനി നാളെ ജഗൻ മുഖ്യമന്ത്രിയാവുമ്പോൾ ചന്ദ്രബാബു നായിഡുവിന് പരാതിയായിരിക്കും. ആ രീതിയിലാണ് എന്തായാലും കോടതി അതിനെ പരാമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പൊതു ഹർജി നൽകിയ ആൾ അമേരിക്കയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അമേരിക്കയിൽ ഇപ്പോഴും ബാലറ്റ് പേപ്പറാണ് എണ്ണുന്നത്. പക്ഷേ ഇലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യയിലെ EVM കണ്ടുപിടിക്കണമെന്ന്. അതെ, അല്ല, അദ്ദേഹം ആദ്യം ഇത് ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോഴും കാലിഫോർണിയയിൽ വോട്ട് എണ്ണി കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിൽ 60 കോടിയിലധികം ആൾക്കാർ വോട്ട് ചെയ്യുമ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എണ്ണി തീർക്കുന്നു. ഇപ്പോൾ എലോൺ മസ്ക് പറയുന്നത് നിങ്ങൾ ഇന്ത്യയെ കണ്ട് പഠിക്കണമെന്നാണ്. കാരണം അതിന് അവിടെ 20 കോടിയോ 15 കോടിയോ അതിനിടയ്ക്കിലെ വോട്ടിംഗ് ശതമാനം ഉണ്ടാകുന്നത്. 15 കോടി ആൾക്കാർ വോട്ട് ചെയ്യുന്നു. അതെ, വോട്ട് ചെയ്യാൻ വരുന്നതിന്. മറിച്ച് ഇന്ത്യയിൽ തന്നെ 60 കോടി ആൾക്കാരുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് എണ്ണുന്നു. ഈ ഒരു മാസമായിട്ട് അവിടെ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നില്ല. എന്തായാലും അങ്ങനെയാണ് വിമർശനം. അതോടൊപ്പം തന്നെ ഇത് കൂടുതൽ ചർച്ചയാവുന്നത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. മഹാരാഷ്ട്രയിലെ വലിയ തിരിച്ചടിക്ക് പിന്നാലെ ആദ്യമേ ഹരിയാനയിലും പറഞ്ഞിരുന്നു. ഹരിയാനയിൽ ഇത്രയും വലിയ വിപുലമായ എന്തായാലും പറഞ്ഞിട്ടില്ല, എന്നാലും പറഞ്ഞിരുന്നു ചെറിയ രീതിയിലെങ്കിലും. കാരണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പായിരുന്നു ഇവരുടെ എല്ലാം പ്രധാന ടേണിംഗ് പോയിന്റ്. എന്തായാലും EVM കുറ്റം പറഞ്ഞ് വിജയിക്കാൻ എന്തായാലും BJPക്ക് 400 സീറ്റ് കിട്ടും. EVM കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുമ്പോൾ BJPക്ക് സീറ്റിൻ്റെ എണ്ണം കുറയുകയും ചെയ്ത് അവിടെ ചെറിയ രീതിയിൽ കൂടുകയും ചെയ്തതാണ്. അതോടെ തന്നെ എന്തായാലും അതിനെക്കുറിച്ച് അന്ന് ഒരു ലോക്സഭയിൽ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ആരും ഇതിനെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് ഹരിയാനയിൽ വന്നപ്പോൾ വിമർശനം വന്നു. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വിപുലമായി തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ മല്ലികാർജുന ഖാർഗെ, അവിടെ നിന്നുള്ള DCC പ്രസിഡന്റ്, പിന്നെ കോൺഗ്രസിൻ്റെ നേതാവ് പൃഥ്വിരാജ് ചൗഹാൻ അടക്കമുള്ളവർ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇത് ഹാക്ക് ചെയ്തതെന്ന് സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു മാധ്യമ സ്ഥാപനം ഈ 5 ലക്ഷത്തിലധികം വോട്ട് കൂടുതൽ എണ്ണിയതായി പറയുന്നുണ്ട്. അങ്ങനെ നിരന്തരം വലിയ വിമർശനങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ജനങ്ങളെ തന്നെ കബളിപ്പിക്കുന്ന ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ചിലപ്പോൾ ജനാധിപത്യത്തിന് തന്നെ ദോഷമായി വരും. ഇങ്ങനെ ജനങ്ങളിൽ ഈ നിഷ്പക്ഷരായി നിൽക്കുന്ന ജനങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ വോട്ട് ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ അവർ പിന്നീട് വോട്ട് ചെയ്യാതെ തന്നെ മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം കോടതി മുന്നിൽ കാണുന്നുണ്ട്. കോടതി അതിനാൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് കൃത്യമായൊരു വിലയിരുത്തലും നടത്തിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെക്കുറിച്ച് എന്ത് സംഭവം ഉണ്ടാകുമ്പോഴും തുടക്കം തന്നെ അതിൽ വ്യക്തത വരുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇവർ എന്തെല്ലാം പറയുമ്പോൾ ആദ്യം ഈ മിഷൻ ഹാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മറ്റേ EVPAT കൊണ്ടുവന്നല്ലോ, അതിലൂടെ VVPAT കൊണ്ടുവന്നു. നമ്മൾ ആദ്യം വോട്ട് ഇടുന്നു, അതിന്റെ സ്ലിപ്പ് നമുക്ക് നേരിട്ട് കാണാം. അതെ, പിന്നീട് അത് എണ്ണുന്ന സാഹചര്യം, അവർ പറഞ്ഞത് ആ സ്ലിപ്പ് നമ്മുടെ കയ്യിൽ തരണമെന്നാണ്. പിന്നീട് അത് എണ്ണുന്ന സാഹചര്യമുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ അപ്പോൾ വോട്ട് ഇട്ടത് ആരെ തെളിയിക്കാമല്ലോ. ഇപ്പം അങ്ങനെ ട്രെൻഡ് ഉണ്ടല്ലേ, ചിലവർ ഫോണിലെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു CPM അണികളായിരിക്കും തങ്ങൾ വോട്ട് ചെയ്തെന്ന് തെളിയിക്കാൻ വേണ്ടി ഇപ്പോൾ വോട്ടിടുന്നതിനെ മൊബൈലിൽ വീഡിയോ എടുത്ത് സൂക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെന്തായാലും അത് തുടരുകയാണ്. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഒരു പരാമർശമുണ്ടായി. ഇത്തരത്തിൽ EVM തെരഞ്ഞെടുപ്പിലും ഇന്ത്യയിൽ ഒരു അട്ടിമറിയും ഇല്ലെന്നാണ് എന്തായാലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനിയും പല സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരാനുണ്ട്. പല സ്ഥലങ്ങളിലും കോൺഗ്രസിന് പ്രതീക്ഷയില്ലാത്ത സംസ്ഥാനങ്ങളാണ് വരുന്നത്. അതിനാൽ തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഇനിയും ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി വരുന്നു, ബീഹാർ വരുന്നു. എനിക്ക് തോന്നുന്നു ബീഹാറെല്ലാം
കഴിയുമ്പോൾ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ JDUവിനും അതോടൊപ്പം തന്നെ BJP സഖ്യത്തിന് വലിയ വിജയമാണ് ഉണ്ടായിരുന്നത്. അവിടെയുള്ള 4 സീറ്റ് അത് BJP സഖ്യത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവിടെ വിജയം സ്വന്തമാക്കുന്നതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കഥകൾ നിരന്തരം ഉണ്ടാകും. ചിലപ്പോൾ ഇത് EVM തട്ടിക്കൊണ്ടുപോയെന്നും രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും തള്ളിക്കളയുകയാണ്.